വാർത്തകൾ വിശദമായി. LDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കായി തലസ്ഥാനം ഒരുങ്ങുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൻ ബഹുജന പങ്കാളിത്തത്തോടെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ഒരുക്കങ്ങൾ തുടങ്ങി. ബുധനാഴ്ച വൈകിട്ട് 5-നാണ് പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. ജനപക്ഷ സർക്കാർ അധികാരത്തിലേറുമ്പോൾ സാക്ഷികളാകാൻ പരമാവധി ജനങ്ങൾക്ക് അവസരമൊരുക്കാൻ വേണ്ടിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ വേദിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ സാധാരണ രാജ്ഭവൻ അങ്കണത്തിലാണ് നടക്കാറ്. എന്നാൽ 2006-ൽ VS അച്യുതാനന്ദൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തത് തലസ്ഥാനത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുജനങ്ങളെ സാക്ഷി നിർത്തിയായിരുന്നു. പുതിയ LDF മന്ത്രിസഭയും ആ മാതൃക പിന്തുടരുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ബുധനാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകിട്ട് 4-ന് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് P. സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വൻ ജനാവലിയാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തുക. 50,000-ഓളം പേർക്ക് ചടങ്ങ് വീക്ഷിക്കുന്നതിനുള്ള സൗകര്യമാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുങ്ങുന്നത്. വേദിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഒപ്പം പുതിയ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വരവേൽക്കാൻ സെക്രട്ടേറിയറ്റും ഒരുങ്ങുന്നു. ഉമ്മൻചാണ്ടിയും മുൻ മന്ത്രിമാരും ഓഫീസുകൾ ഒഴിഞ്ഞതോടെ അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. മന്ത്രിമാരെ നിശ്ചയിക്കാൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. LDF യോഗവും ഇന്ന് തന്നെ നടക്കും. ഘടകകക്ഷികൾക്കുള്ള മന്ത്രിസ്ഥാനങ്ങളെക്കുറിച്ചും ഇന്നത്തെ യോഗത്തിൽ ഏകദേശ ധാരണയുണ്ടാകും. രാവിലെ 10 മണിക്ക് AKG സെന്ററിലാണ് യോഗം. മന്ത്രിമാരെ സംബന്ധിച്ച് യോഗത്തിൽ തീരുമാനമുണ്ടാകും. 12 അല്ലെങ്കിൽ 13 പേരായിരിക്കും CPIM മന്ത്രിമാർ. ഉച്ചയ്ക്ക് ശേഷമാണ് LDF യോഗം ചേരുക. ഘടകകക്ഷികൾക്കും LDFനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നവർക്കും നൽകേണ്ട മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്യും. ഘടകകക്ഷികളായ CPIക്ക് 4 മന്ത്രിസ്ഥാനങ്ങളും ജനതാദൾ, കോൺഗ്രസ് എന്നീ പാർട്ടികൾക്ക് ഓരോ മന്ത്രിസ്ഥാനവും നൽകാനാണ് സാധ്യത. 19 MLA-മാരുള്ള സ്ഥിതിക്ക് കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്ന് CPI LDF യോഗത്തിൽ ആവശ്യപ്പെട്ടേക്കും. KB ഗണേഷ് കുമാർ, കോവൂർ കുഞ്ഞുമോൻ എന്നിവരും മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടേക്കും. NCPയിൽ മന്ത്രിയെ നിശ്ചയിക്കാൻ നേതൃയോഗം ചേർന്നുവെങ്കിലും തീരുമാനമായില്ല. AK ശശീന്ദ്രൻ, തോമസ് ചാണ്ടി എന്നീ 2 MLA-മാരാണ് NCPക്കുള്ളത്. ഇരുവരും മന്ത്രിസ്ഥാനത്തിനായി ഉറച്ച നിലപാടിലാണ്. ജനതാദളിലും മന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 19-അംഗ മന്ത്രിസഭയാണ് അധികാരത്തിൽ വരിക എന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ സംഘടനയ്ക്കകത്തും പുറത്തും ഏറ്റവും അധികം പ്രതിസന്ധികൾ നേരിട്ട വ്യക്തിയാണ് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയെ ശിഥിലമാകാതെ സംരക്ഷിക്കാൻ പിണറായി അസാമാന്യ നേതൃപാടവമാണ് പുലർത്തിയത്. കാർക്കശ്യം, നിശ്ചയദാർഢ്യം, കൃത്യനിഷ്ഠ, അതാണ് പിണറായി വിജയൻ. 1998 സെപ്റ്റംബർ 25-ന് സംസ്ഥാന സെക്രട്ടറിയായി ചുമതല ഏറ്റെടുക്കുമ്പോൾ തന്നെ ഭരണപാഠവും തെളിയിച്ചു കഴിഞ്ഞിരുന്നു അദ്ദേഹം. നീണ്ട 16 വർഷം സെക്രട്ടറി പദവിയിലിരുന്ന് ഏറ്റവുമധികം മാധ്യമവിചാരണ നേടേണ്ടി വന്നിട്ടുണ്ട് ഈ ഉരുക്കു മനുഷ്യന്. പിണറായി സെക്രട്ടറി പദം ഏറ്റെടുക്കുമ്പോൾ പാർട്ടിയിൽ വിഭാഗീയത മൂർച്ഛിച്ചിരുന്നു. പിണറായി എന്ന നേതാവിന്റെ സംഘടനാ മികവ് തെളിയിക്കപ്പെട്ട വർഷങ്ങളായിരുന്നു പിന്നീട് കേരളം കണ്ടത്. പാർട്ടിയിലെ വിഭാഗീയത ഇല്ലാതാക്കാനും പാർട്ടിക്കെതിരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി നേരിടാനും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വേരോട്ടം ആഴത്തിലാക്കാനും കഴിഞ്ഞു ഈ പിണറായിക്കാരന്. കേവലം 2 വർഷം മാത്രമേ മന്ത്രിസ്ഥാനത്തിരുന്നുള്ളൂവെങ്കിലും മികച്ച ഭരണാധികാരി എന്ന സൽപ്പേരിനും ഉടമയായി പിണറായി വിജയൻ. മന്ത്രിയായിരുന്നപ്പോഴും സെക്രട്ടറി ആയിരുന്നപ്പോഴും തനിക്ക് ഇഷ്ടമില്ലാത്തത് തുറന്നു പറയാനുള്ള ആർജവും ശരിയെന്ന് തോന്നുന്നത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനും മടി കാണിച്ചില്ല ഇദ്ദേഹം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ്. അദ്ദേഹത്തെ ഞാൻ കാണുന്നത് ഒരു മികച്ച ഭരണാധികാരി എന്ന നിലയ്ക്കാണ്. ഭരണാധികാരി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭരണമുണ്ട്, അധികാരമുണ്ട്. ആ ഭരണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒരു ഐക്യം ഉണ്ട്. ആ ഐക്യം സമർത്ഥമായി അങ്ങേയറ്റം മികവോടെ ഉപയോഗിക്കാനുള്ള ശേഷിയാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ മികച്ച ഒരു ഭരണാധികാരി ആക്കുന്നത്. അരനൂറ്റാണ്ട് കവിഞ്ഞ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പാർട്ടി നിലപാടുകളായിരുന്നു പിണറായിയുടെ ജീവിതം. കേരളത്തിന്റെ വികസനത്തിനായി നിരവധി കർമ്മപദ്ധതികളാണ് LDF തയ്യാറാക്കിയിട്ടുള്ളത്. വൈദ്യുതി, ഭക്ഷണം, പാർപ്പിടം, തൊഴിൽ, വികസനം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെല്ലാം സ്വന്തം കൈപ്പട ചാർത്തുന്ന പദ്ധതികളുമായിട്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് നടന്നു കയറുന്നത്. നിശ്ചയദാർഢ്യത്തോടെ, കൃത്യനിഷ്ഠയോടെ കേരള ജനത ഏൽപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തലശ്ശേരിയിലുള്ളവർക്കും പിണറായിലുള്ളവർക്കും എന്നും രക്ഷകനായിരുന്നു പിണറായി വിജയൻ. തലശ്ശേരി വർഗീയ ലഹളയുടെ കാലത്തും അടിയന്തരാവസ്ഥ കാലത്തും സ്വന്തം ജീവൻ പോലും നോക്കാതെ കലാപഭൂമിയിലിറങ്ങിയ ആ യുവത്വത്തെ ഇന്നും സഹപ്രവർത്തകർ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഓർക്കുകയാണ്. വർഗീയ ലഹളയുടെ കാലത്തും അടിയന്തരാവസ്ഥ കാലത്തും പിണറായി വിജയൻ കാണിച്ച ധീരതയും ഇച്ഛാശക്തിയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിരുന്ന KV ബാലൻ നമ്മളോട് പറയുകയാണ്.
വർഗീയ കലാപം എന്ന ലക്ഷ്യം വെച്ച് ഹിന്ദു വർഗീയവാദികൾ നടത്തിയ ആസൂത്രിത നീക്കത്തെ അടിച്ചമർത്താൻ 27-ാം വയസ്സിൽ ഇറങ്ങിത്തിരിച്ച ധീരനായ സഖാവായിരുന്നു തലശ്ശേരിക്കാർക്ക് അന്നും ഇന്നും പിണറായി വിജയൻ. 1971 അവസാന കാലഘട്ടത്തിൽ വർഗീയ ലഹള തലശ്ശേരിയെ വിഴുങ്ങാൻ തുടങ്ങിയപ്പോൾ പിണറായി വിജയൻ ഇറങ്ങിപ്പുറപ്പെട്ടു. തന്റെ സഖാക്കളും ഒന്നിച്ച്. മനുഷ്യർ പരസ്പരം വെട്ടിക്കീറുന്ന യുദ്ധഭൂമിയിൽ സമാധാനത്തിന്റെയും മതേതരത്വത്തിന്റെയും സന്ദേശവുമായി പിണറായി വിജയനും സഖാക്കളും സഞ്ചരിച്ച ചെങ്കൊടി കെട്ടിയ കാറിനെ കുറിച്ച് പിന്നീട് ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് എടുത്തു പറഞ്ഞിരുന്നു. ആ സമയത്ത് തന്നെ പിണറായി ഒരു ടാക്സി കാറിൽ കാളിയിലെത്തി. അഡ്വക്കേറ്റ് കെ ഗംഗാൻ ഉണ്ടായിരുന്നു. ഞങ്ങളോട് കാറിൽ കയറാൻ പറഞ്ഞു. മണ്ണിയാട് എത്തിയപ്പോഴേക്കും കാറ് നമ്മളെ പാർട്ടി സഹാക്കൾ തടഞ്ഞു. തലശ്ശേരി പോകാൻ പാടില്ല, അവിടെ കൊലപാതകങ്ങൾ നടക്കുകയാണ്, ഭീകരമാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. പിണറായിയുടെ ധീരത അന്നെനിക്ക് വല്ലാത്ത രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. പോവും എന്ന് പറഞ്ഞാൽ പോവും. സംഘടനകൾ, സംഘർഷങ്ങൾ, ഇതിൻ്റെ എല്ലാം നടുവിൽ കൂടി ഞങ്ങളെ വാഹനം തലശ്ശേരി ടൗണിലാകെ ചുറ്റി. യുദ്ധക്കളമായിരുന്നു തലശ്ശേരി. അടിയന്തരാവസ്ഥ ഭീകരതാണ്ഡവമാടി പിണറായി ഗ്രാമത്തെ തകർത്ത ഭരണകൂട ഭീകരതയെ ഇല്ലായ്മ ചെയ്യുന്നതിൽ പിണറായി വിജയൻ വഹിച്ച പങ്കും സഹപ്രവർത്തകൻ KV ബാലൻ ഓർത്തെടുക്കുന്നു. അടിയന്തരാവസ്ഥയിൽ എന്നെ അല്ലാതെ വിഷമിപ്പിച്ചൊരു സംഭവമാണ് സഖാവ് പിണറായിയെ കൂത്തുപറമ്പ് ലോക്കപ്പിൽ വെച്ചിട്ടുള്ള മർദ്ദിച്ചത്. ക്രൂരമായി അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അടിച്ചു. 4-5 പോലീസുകാർ കൂടി അടിച്ചു. അങ്ങനെ കാലിൻ്റെ ഇത് തകർത്തു. ഇന്ന് പിണറായി വിജയൻ MLA കൂടിയാണ്. കലാപങ്ങളെ അടിച്ചമർത്താൻ ഒരുങ്ങിപ്പുറപ്പെട്ട ധീരതയിലും ഇച്ഛാശക്തിയിലും ഒതുങ്ങുന്നില്ല പിണറായി വിജയൻ എന്ന പേര്. നാടിനെ പുരോഗതിയിലേക്ക് കൈപിടിച്ചുയർത്താൻ പിണറായിലും കണ്ണൂർ ജില്ലയിലാകെയും സഹകരണ പ്രസ്ഥാനങ്ങളുടെ തുടക്കത്തിന്റെയും വളർച്ചയുടെയും പിന്നിൽ പിണറായി എന്ന പേരുണ്ടായിരുന്നു. പിണറായി വിജയൻ്റെ ഇടപെടലാണല്ലോ സഹകരണ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നിപ്പോൾ കാണുന്ന റെപ്കോ, ആ റെപ്കോ ഉണ്ടാക്കിയത് പിണറായി വിജയനാണ്. എല്ലാ സഹകരണ സ്ഥാപനങ്ങളിലും പിണറായിയുടെ പങ്കുണ്ട്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കുത്തഴിഞ്ഞു കിടന്ന വൈദ്യുതി മേഖലയെ അടിമുടി പരിഷ്കരിച്ച വൈദ്യുതി മന്ത്രിയായിരുന്നു പിണറായി വിജയൻ. മലബാറിന്റെ വോൾട്ടേജ് ക്ഷാമവും പവർ കട്ടും നിശ്ചയദാർഢ്യത്തോടെയുള്ള തീരുമാനങ്ങൾ വഴി അവസാനിപ്പിച്ചു. കേവലം 2.5 വർഷത്തെ മന്ത്രി പദവിക്കിടെയാണ് കേരളത്തെ വൈദ്യുതി മിച്ച സംസ്ഥാനമാക്കി മാറ്റിയത്. മണിക്കൂറുകൾ നീളുന്ന പവർ കട്ടും ലോഡ് ഷെഡിങ്ങും, മലബാറിൽ രൂക്ഷമായ വോൾട്ടേജ് ക്ഷാമം, സന്ധ്യ കഴിഞ്ഞാൽ മണ്ണെണ്ണ വിളക്ക് മാത്രം ആശ്രയം. ഇതായിരുന്നു പിണറായി വൈദ്യുതി മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ സ്ഥിതി. നിശ്ചയദാർഢ്യമുള്ള തീരുമാനങ്ങളിലൂടെയായിരുന്നു പിണറായി ഈ ചരിത്രത്തെ തിരുത്തിയത്. ഏറ്റവും വലിയ പ്രശ്നം പണമില്ല എന്നുള്ളതായിരുന്നു. ഇലക്ട്രിസിറ്റി ബോർഡ് കടത്തിൻ്റെ മുകളിൽ കടത്തിൽ പോവുകയായിരുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിന് ഒരു ബാങ്കുകാരും കടം തരികയില്ല എന്നൊരവസ്ഥയായിരുന്നു. ഇതൊക്കെ വിവരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വലിയ കാര്യം ചെയ്തു. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 1:1 ഉയരത്തക്ക വിധത്തിൽ ഗവൺമെൻറ് ഇലക്ട്രിസിറ്റി ബോർഡ് തന്നിരുന്ന കടത്തിനെ ഇക്വിറ്റിയായിട്ട് മാറ്റിത്തന്നു. അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിന് ഏത് ബാങ്കുകാരും പണം കടം തരും എന്നൊരവസ്ഥ വന്നു. അങ്ങനെ ബാങ്കുകളിൽ നിന്നും RECCന്നും ഒക്കെ പണം കടമെടുത്ത് ഈ പ്രോജക്റ്റുകൾ ചെയ്യാനുള്ള ശേഷി ഇലക്ട്രിസിറ്റി ബോർഡിനുണ്ട്. 10ഓളം പുതിയ വൈദ്യുത പദ്ധതികൾ കമ്മീഷൻ ചെയ്തു. ഇതുവഴി 1200 മെഗാവാട്ട് വൈദ്യുതി കൂടുതൽ ഉൽപ്പാദിപ്പിച്ചു. ചരിത്രത്തിലാദ്യമായി കേരളം വൈദ്യുതി മിച്ച സംസ്ഥാനമായി മാറി. ജലവൈദ്യുത പദ്ധതികളെ മാത്രം ആശ്രയിക്കുന്ന പാരമ്പര്യത്തിന് മാറ്റം വരുത്തി. കായംകുളം, ബ്രഹ്മപുരം താപനിലയങ്ങൾ രൂപം കൊണ്ടു. 70ഓളം സബ്സ്റ്റേഷനുകൾ. കോഴിക്കോട് കണ്ണൂർ 220 kV ലൈൻ പൂർത്തീകരണം. കേന്ദ്ര സർക്കാരിൻ്റെ ഊർജ്ജ വകുപ്പ് നടത്തിയ അവലോകനത്തിൽ ആദ്യമായി KSCB 1ാം സ്ഥാനത്തെത്തി. 2.5 വർഷം കൊണ്ട് വൈദ്യുതി മേഖലയിൽ പിണറായി കാണിച്ച ഭരണനിപുണതയാണ് നമ്മുടെ ഇരുട്ടകറ്റിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് വ്യവസായ ലോകം. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ ചുമതലയേൽക്കുന്നതോടെ പൊതു സ്വകാര്യ വ്യവസായ മേഖലയ്ക്ക് മുന്നേറ്റമുണ്ടാകുമെന്ന് വ്യവസായികൾ വിലയിരുത്തുന്നു. യുവാക്കൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന വികസന നയം വ്യവസായ മേഖലയിൽ നടപ്പാക്കണമെന്നാണ് വ്യവസായികളുടെ ആവശ്യം. വ്യവസായികളുമായി ഇതിനകം നിരവധി തവണ ആശയവിനിമയം നടത്തിക്കഴിഞ്ഞ പിണറായി വിജയനിൽ വ്യവസായ വാണിജ്യ ലോകം ഏറെ പ്രതീക്ഷ വയ്ക്കുന്നു. വാണിജ്യ വകുപ്പിന് പ്രത്യേക മന്ത്രാലയം വേണമെന്നതടക്കമുള്ള പ്രധാന ആവശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യവസായികൾ. കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മുൻ ചെയർമാൻ മാത്യു കുരുവിത്തടം. അതിശക്തനും
തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തനുമായ ഒരു മുഖ്യമന്ത്രി ആയിരിക്കും സഖാവ് പിണറായി വിജയനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൻ്റെ ഇലക്ഷൻ മുമ്പ് തന്നെ പല പ്രാവശ്യവും ചേംബർ പ്രതിനിധികളുമായിട്ട് ആശയവിനിമയം നടത്താൻ ഒരു മനസ്സ് കാണിച്ച ഒരു നേതാവാണ് അദ്ദേഹം. യുവാക്കൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന വ്യവസായ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം. ചെറുകിട വ്യവസായം മുതൽ വൻകിട വ്യവസായങ്ങൾ വരെ തുടങ്ങാനുള്ള ലൈസൻസ് ലഭിക്കുന്നതിനായി ഏകജാലക സംവിധാനം കാര്യക്ഷമമാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളും പരിഗണിക്കപ്പെടുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നു. ചേംബർ ഓഫ് കൊമേഴ്സ് മുൻ അധ്യക്ഷൻ ES ജോസ്. സ്വയം സംരംഭകരായി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കഴിഞ്ഞ സർക്കാരിന് പോകാൻ കഴിഞ്ഞില്ല. ഇത്തരം കാര്യങ്ങൾ സഖാവ് പിണറായിയുമായിട്ടും പല ഘട്ടങ്ങളിൽ വാണിജ്യ വ്യവസായികൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യവസായ മേഖലയെ തളർത്തിയ മുൻ സർക്കാർ നയങ്ങൾ പൊളിച്ചെഴുതി ദീർഘവീക്ഷണത്തോടെയുള്ള പുത്തൻ നയം നടപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യവസായ ലോകം. നിശ്ചയദാർഢ്യവും കാര്യപ്രാപ്തിയുമുള്ള മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയനെന്നാണ് വ്യവസായ ലോകം ഒന്നടങ്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചുമതലയേൽക്കുന്നതോടെ വ്യവസായ വാണിജ്യ ലോകത്തിന് പുത്തൻ ഉണർവുണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ ജയപ്രകാശിനൊപ്പം KM ഉമേഷ്. തിരികെ വാർത്തകളിലേക്ക്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ചൊല്ലി തർക്കം മൂർച്ഛിക്കവേ KPCC നിർവാഹക സമിതി യോഗം നാളെ നടക്കും. KM മാണിയെയും PK കുഞ്ഞാലിക്കുട്ടിയും കൂട്ടുപിടിച്ച് ഉമ്മൻചാണ്ടിയെ പ്രതിപക്ഷ നേതാവാക്കാനാണ് A ഗ്രൂപ്പിന്റെ നീക്കം. എന്നാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന സന്ദേശം രമേശ് ചെന്നിത്തല പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. അതേസമയം I ഗ്രൂപ്പിൽ ഭിന്നതയുണ്ടാക്കാനുള്ള നീക്കവും A ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനായി അവകാശവാദമുന്നയിക്കാൻ 12 MLA-മാരുടെ പിന്തുണ രമേശ് ചെന്നിത്തല ഉറപ്പിച്ചിട്ടുണ്ട്. 8 MLA-മാർ മാത്രമാണ് ഉമ്മൻചാണ്ടിയോട് കൂറുപുലർത്തുന്നത്. PT തോമസിന്റെയും VT ബൽറാമിന്റെയും കാര്യത്തിൽ A ഗ്രൂപ്പിൽ തന്നെ സംശയവുമുണ്ട്. അതേസമയം രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കുന്നതിൽ A ഗ്രൂപ്പിനൊപ്പം I ഗ്രൂപ്പിലെ ചിലർക്കും താൽപര്യമില്ല. ഈ സാഹചര്യത്തിലാണ് ഘടകകക്ഷികളെ ഒപ്പം നിർത്തി ഉമ്മൻചാണ്ടിയെ തന്നെ പ്രതിപക്ഷ നേതാവാക്കാൻ A ഗ്രൂപ്പ് നീക്കം നടത്തുന്നത്. എന്നാൽ പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഘടകകക്ഷികളെ ഇടപെടിക്കേണ്ടെന്ന നിലപാടാണ് KPCCക്കെന്ന് I ഗ്രൂപ്പ് വ്യക്തമാക്കും. അതേസമയം പരാജയത്തിൽ KPCC അധ്യക്ഷൻ VM സുധീരനുള്ള പങ്കിൽ AI ഗ്രൂപ്പുകൾക്ക് പരാതിയുണ്ട്. പാർട്ടിയിൽ നേതൃമാറ്റം വേണമെന്നുവരെ AI ഗ്രൂപ്പുകൾ ആവശ്യപ്പെട്ടേക്കും. അതിനാൽ തന്നെ നാളെ നടക്കുന്ന KPCC നിർവാഹക സമിതി യോഗം നിർണായകമാവും. നാളെ രാവിലെ 10-ന് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് യോഗം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പെരുമ്പാവൂർ കൊലപാതകം നടന്ന് 23 ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ സംബന്ധിച്ച സൂചന പോലും ലഭിക്കാതെ അന്വേഷണ സംഘം. അയൽവാസികളും അന്യസംസ്ഥാനക്കാരുമായ നിരവധി പേരെ ചോദ്യം ചെയ്തുവെങ്കിലും അന്വേഷണത്തിന് ഒരു തുമ്പുമുണ്ടായിട്ടില്ല. എറണാകുളം ലോ കോളേജിലെ ജിഷയുടെ സുഹൃത്തുക്കളെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്തതിനാൽ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജിഷയുടെ ഘാതകനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുള്ള LDFന്റെ രാപ്പകൽ സമരം 17ാം ദിവസവും തുടരുകയാണ്. വാർത്തകളിലേക്ക്. ഹരിപ്പാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തല വിജയിച്ചത് RSSനെ കൂട്ടുപിടിച്ചാണെന്ന ആരോപണം. ഹരിപ്പാട് മണ്ഡലത്തിൽ BJP BDJS വോട്ടുകളിൽ ഗണ്യമായ കുറവ് വന്നതാണ് ആരോപണത്തിന് അടിസ്ഥാനം. 12,000-ഓളം വോട്ടുകൾ മാത്രമാണ് ഹരിപ്പാട് NDAക്ക് ലഭിച്ചത്. എന്നാൽ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ 20,000 മുതൽ 30,000 വരെയാണ് NDAയുടെ വോട്ട് നില. BJP BDJS വോട്ടുകൾ കൊണ്ടാണ് ഹരിപ്പാട് UDF സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തല വിജയിച്ചതെന്ന് LDF പറയുന്നു. ജില്ലയിൽ 9 മണ്ഡലങ്ങളിൽ 8ഇടത്ത് NDA നില മെച്ചപ്പെടുത്തിയപ്പോൾ ഹരിപ്പാട് മണ്ഡലത്തിൽ മാത്രം കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടുകൾ കുറഞ്ഞു. 15,000 മുതൽ 42,682 വോട്ടുകൾ വരെ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിൽ NDA സ്വന്തമാക്കിയിരുന്നു. എന്നാൽ ഹരിപ്പാട് NDAയുടെ വോട്ടുകൾ 12,985 മാത്രം. ജില്ലയിലെ ഏറ്റവും കുറവ് വോട്ടുകൾ BJPക്ക് ഈ മണ്ഡലത്തിലാണ് ലഭിച്ചത്. BJP BDJS വോട്ടുകൾ വാങ്ങിയാണ് രമേശ് ചെന്നിത്തല വിജയിച്ചതെന്നും കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയും VM സുധീരനും ഇത് പരിശോധിക്കണമെന്നും G സുധാകരൻ MLA ആവശ്യപ്പെട്ടു. ഇത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ സാധനം ഉണ്ടെങ്കിൽ അന്വേഷിക്കണം. സുധീരനെ അന്വേഷിക്കണം. ഉമ്മൻചാണ്ടി അന്വേഷിക്കണം. ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം എങ്ങനെ കുറഞ്ഞു? രമേശ് ചെന്നിത്തല ഹിന്ദു വർഗീയതയുമായി സന്ധി ചെയ്താണ് MLA ആയിരിക്കും. ആലപ്പുഴ DCC പ്രസിഡന്റിന് സീറ്റ് നൽകാതിരുന്നാൽ ഹരിപ്പാട് മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തലയെ വിജയിപ്പിക്കാമെന്ന് BDJS ഉറപ്പു നൽകിയിരുന്നു. പകരം BDJS ജനറൽ സെക്രട്ടറി മത്സരിക്കുന്ന കുട്ടനാട്ടിൽ I ഗ്രൂപ്പുകൾ വോട്ടുകൾ മറിച്ചു നൽകുകയും ചെയ്തു. BJP BDJS വർഗീയ കക്ഷികളുടെ വോട്ട് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല ഇത്തവണ മണ്ഡലത്തിൽ വിജയിക്കില്ലായിരുന്നു. കഴിഞ്ഞ തവണ 5,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് രമേശ് ചെന്നിത്തല മണ്ഡലത്തിൽ വിജയിച്ചത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ 15,000-ത്തിലധികം വോട്ടുകളാണ് ഹരിപ്പാട് മണ്ഡലത്തിൽ BJP ഒറ്റയ്ക്ക് നേടിയത്. BJP BDJS കൂട്ടുകെട്ടിൽ 40,000-ത്തിലധികം വോട്ടുകൾ ലഭിക്കാനിരിക്കെ
ഹരിപ്പാട് 12,000 വോട്ടുകളിലേക്ക് NDA സഖ്യം എങ്ങനെ ചുരുങ്ങിയെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. നേരത്തെ BJP നേതാവായ VV രാജേഷ് ഹരിപ്പാട് മത്സരിക്കുമെന്ന് വാർത്തകൾ വന്നുവെങ്കിലും പിന്നീടത് BJPയുടെ പ്രാദേശിക നേതാവിനെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ മത്സരിപ്പിച്ചതും ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തിരുവല്ലയിൽ നവീകരിച്ച KGA കോണ്ടിനെന്റൽ എലൈറ്റ് ഹോട്ടലിന്റെ ഉദ്ഘാടനം മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്ത നിർവഹിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്റ്റീഫൻ ദേവസി നയിച്ച സംഗീത വിരുന്നും സംഘടിപ്പിച്ചിരുന്നു.